Hello friends, welcome to Resolute Academy. I am back with yet another video of daily vocabs. Now, this video we will daily 5 video vocabs discuss the Hindu newspaper in the most important vocabs we discuss and the usage and the synonyms. I'll discuss everything. And also understand one thing, we this video end a quiz assigned. Okay, you can link in the description. So video and that video based on quiz assigned. Quiz link click our website app test. Okay, that's implement retain proper information. I hope you understand my point. So please make sure watch the video till the end and എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ ആ സമയത്ത് pause ചെയ്തിട്ട് അതിനെ വീണ്ടും ഒന്ന് കേൾക്കുക. അതല്ല നിങ്ങൾക്ക് അതിൽ doubt clear ആവുന്നെങ്കിൽ comment sectionൽ വന്ന് comment ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ answer clear ആയിട്ട് ചെയ്യാം. Okay, എന്ത് doubt ഉണ്ടെങ്കിലും ചോദിക്കാം. So let's go and start with the video. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ word നമുക്ക് നോക്കാം. So first word that we will be discussing is relegate. Relegate ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ downgrade ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ demote ചെയ്യുക. Okay, തരം താഴ്ത്താനല്ല ഒരാളുടെ പൊസിഷനെ താഴ്ത്തുക അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ താഴ്ത്തുക അതാണ് റെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ റെലിഗേറ്റ് റെഫേഴ്സ് ടു an action of assigning someone or something to a lower or less important position, status or role. അപ്പോൾ ഉണ്ടായിരുന്ന പൊസിഷനേക്കാളും കുറഞ്ഞ പൊസിഷന് അല്ലെങ്കിൽ റോൾ കൊടുക്കുക, ഡിമോട്ട് ചെയ്യുക, അതാണ് റെലിഗേറ്റ്. വളരെ സിമ്പിൾ വേർഡ് ആണ്. ആൻഡ് ഇതിന്റെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇത് യൂസേജ് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ എ സീരീസ് ഓഫ് മിസ്റ്റേക്സ് ഹി വാസ് റെലിഗേറ്റഡ് ടു എ ലോവർ റാങ്കിങ് പൊസിഷൻ വിതിൻ ദ കമ്പനി. അപ്പോൾ പലപ്പോഴും ആവർത്തിച്ച് ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോഴും അവൻ എന്ത് ചെയ്ത് അവര് ഡിമോട്ട് ചെയ്ത് ആ കമ്പനിയിൽ തന്നെ വേറെ ലോവർ പൊസിഷൻ കൊടുത്തു. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ദ വെറ്ററൻ പ്ലെയർ നോ ലോങ്കർ ഇൻ പീക്ക് ഫോം വാസ് റെലിഗേറ്റഡ് ടു ദ ബെഞ്ച് ഫോർ മോസ്റ്റ് ഓഫ് ദ സീസൺ. അപ്പോൾ ഒരു സീനിയർ പ്ലെയർ, അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയില്ല, പ്ലേയിങ് ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റിൽ പറയുകയാണെങ്കിൽ പ്ലെയിൻ 11 ഉണ്ടാവും, 11 പേര് കളിക്കുന്നത്. അത് കൂടാതെ പിന്നെ ബെഞ്ചിലിരിക്കുന്നു, ഞാൻ 12th മാന് 13th മാന് 16 പേര് നമുക്ക് ടീം ഉണ്ടാവും. സോ അതേപോലെ ഈ വെറ്ററൻ പ്ലെയർ ഇപ്പം ഫോമിലല്ലാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്താൻ തുടങ്ങി. സോ അയാളെ റെലിഗേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ ടീമിലായിരുന്നു, അതിനെ റെലിഗേറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തു, ബെഞ്ചിലോട്ടാക്കി. ഗെറ്റിംഗ് മൈ പോയിന്റ്. സോ ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിൽ പ്ലേയിങ് 11 ഇപ്പോൾ ക്രിക്കറ്റിലാവുമ്പോൾ 11 പേര്, അല്ലാതെ അതേ ടീമിൽ 6 ആണോ 8 ആണോ ആ പ്ലേയിങ്ങിൽ ഇല്ലാത്തവരെ ആണ് പറയുന്നത് ബെഞ്ച് എന്ന്. ഓക്കെ, സിനോണിംസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിമോട്ടഡ് ആൻഡ് ഡൗൺഗ്രേഡഡ്. വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആന്റോണിം വളരെ ഈസിയാണ്. ഡൗൺഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോട്ടിന്റെ ഓപ്പോസിറ്റ് പ്രൊമോട്ട് ആണ്, ഡൗൺഗ്രേഡിന്റെ ഓപ്പോസിറ്റ് പറയുന്നെങ്കിൽ എലിവേറ്റ് ചെയ്യുക, പുകഴ്ത്തുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ റെലിഗേറ്റ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ വേർഡ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഉള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ്, അത് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ക്വാളിറ്റീസിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റീസ് ദാറ്റ് വി ഹാവ് ഇൻബിൽറ്റ് ഇൻ us which makes us different from others, that is what we mean by attributes. Are we clear? So നമ്മൾ ഒരാളുടെ ക്വാളിറ്റീസ് വെച്ച് നമ്മൾ ആളെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആട്രിബ്യൂട്ട്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ പറയുന്നത് attribute refers to the inherent quality or distinctive qualities of or characteristics that defines or describes a person, thing or concept. ഒരാൾക്ക് ഉള്ളിലുള്ള ഇൻഹെറന്റ് ക്വാളിറ്റീസ് which describes their എന്താണ് പേഴ്സണാലിറ്റി, അതാണ് ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ്. യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ്സ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ അമോങ് ഹിസ് നോട്ടബിൾ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ കാൻഡിഡേറ്റിന്റെ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന്റെ ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആണ് അയാളിലുള്ള ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ളത്, ഞാൻ എടുത്തറിയുന്ന ക്വാളിറ്റീസ്. ക്ലിയർ? സോ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് മീൻസ് ക്വാളിറ്റീസ് ഓർ ഇൻഹെറന്റ് abilities. Okay, the success of the project can be attributed to the team's collaboration and innovative attributes. അപ്പോൾ ഈ പ്രൊജക്റ്റിന്റെ സക്സസ് എന്തിന്റെ പുറത്താണ് ഡിപെൻഡ് ചെയ്തത്? ആ ടീമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊളാബറേറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ക്വാളിറ്റീസ്. അവർക്ക് ഇൻഹെറന്റ് ആയിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്, ദാറ്റ് ഈസ് അവർ കൊളാബറേറ്റീവ് ആണ്, ഇന്നോവേറ്റീവ് ആണ്, ആ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ കൊളാബറേറ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട്സ് കഴിഞ്ഞാൽ കൊളാബറേറ്റീവ് ക്വാളിറ്റീസ്. ആർ വി ക്ലിയർ? ഓക്കെ, ഇതിൽ നമ്മൾ സിനോണിംസ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്വാളിറ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ആട്രിബ്യൂട്ട്സ്. വെരി സിമ്പിൾ. ക്വാളിറ്റീസിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ക്വാളിറ്റി ഇല്ലാത്തതല്ലേ, അപ്പോൾ കുറവുകളല്ലേ. ക്വാളിറ്റീസ് നമുക്ക് എന്തൊക്കെ നല്ലതുള്ളതാണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കുറവുകൾ. സോ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ വീക്ക്നെസ്, ഇതാണ് ഇതിന്റെ എന്ത് പറയുന്നത് ആന്റോണിംസ്. ആർ വി ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും കാണുക. എന്നിട്ട് മനസ്സിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ലാസ്റ്റിൽ കമന്റ് സെക്ഷനിൽ അത് ഡൗട്ട് ചോദിക്കുക. ഐ ക്ലിയർ ഡൗട്ട്. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സേ ഫോർ എക്സാമ്പിൾ 2 ആൾക്കാർ
പല അഭിപ്രായങ്ങളും പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ രണ്ടുപേരും കൂടെ ഒരു പോയിന്റിൽ നമ്മളൊരു സംഘം ഒരു കോമൺ ഇതിലെത്തിയെന്ന് വെച്ചോ, ഒരു കോമൺ ഹാർമണി, കോമൺ സൊല്യൂഷനിൽ എത്തിയെന്ന് വെച്ചോ, ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സമംഗം. ഓക്കെ, അതാണ് പറയുന്നത് കോൺഗ്രുവൻസ്. A place where we come and meet and have similar ideas or similar thoughts is what we mean by a congruence. Okay, so congruence ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫോമിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് റിവേഴ്സിന്റെ ബേസിൻസ് കണക്ട് ആയിട്ട് ഒന്നായി മാറുമ്പോൾ അതും കോൺഗ്രുവൻസ് ആണ്. കോൺഫ്ലുവൻസ് എന്ന് പറയും, കോൺഗ്രുവൻസ് എന്ന് പറയും. ദീസ് ആർ ഓൾ കോൺഗ്രുവൻസ്. ഓക്കെ, കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോൺഗ്രുവൻസ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് അഗ്രിമെന്റ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്ത് ഒരു പോയിന്റിലെത്തി, അതാണ് കോൺഗ്രുവൻസ്. Harmony or correspondence between different elements. It signifies the quality of being in harmony in accordance with one another. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഭിപ്രായങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ യൂസേജ് പറയുകയാണെങ്കിൽ the results of the experiment showed a high level of congruence with the predicted outcomes. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ അവർ ആദ്യം ഒരു ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യം സംഭവിക്കും. അവസാന റിസൾട്ട് വന്നപ്പോഴും അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിച്ച ഔട്ട്കമും എന്നിട്ട് അവർ കണ്ടെത്തിയ ഔട്ട്കം രണ്ടും എന്താണ്? ഒരേ തരത്തിൽ വന്നു. അവിടെയാണ് നമ്മൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞത്. സോ ദേ കെയിം ടുഗദർ അറ്റ് വൺ പാത്ത് or were similar to what was predicted. So that is what we mean by congruence. Are we clear with this? Okay. അടുത്ത നമ്മൾ രണ്ടാമത്തെ യൂസേജ് പറയുകയാണെങ്കിൽ in a healthy relationship there is often a sense of emotional congruence between parties. നമുക്ക് ഒരു കാര്യം അറിയാം, ഏതൊരു റിലേഷൻഷിപ്പും സക്സസ്ഫുൾ ആണെങ്കിൽ എന്ത് വേണം? രണ്ട് ആൾക്കാർ you have to understand two people coming together from different parts of the society, from different cultural, educational backgrounds. അവരുടെ തോട്ട് പ്രോസസ്സും എല്ലാം വ്യത്യാസമായിരിക്കും. എന്നാലും അവർക്ക് ഒത്തുജീവിക്കണമെങ്കിൽ എന്താണ്? എവിടെയെങ്കിലും ഒരു കോമൺ പോയിന്റ് അവർ കണ്ടെത്തണം. ഓക്കെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു കോമൺ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ഓക്കെ, എനിക്ക് ഈ കാര്യങ്ങൾ പറ്റും, നിനക്കും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, വി ഷുഡ് ബി ഏബിൾ ടു ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നില്ലേ, ദാറ്റ് ഈസ് വാട്ട് ഒരു അഗ്രിമെന്റ് ദാറ്റ് ബോത്ത് ഓഫ് us can collaborate if we go like this. That is what we mean by congruence. അവിടെയാണ് ഈ രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സെൻസ് ഓഫ് കോൺഗ്രുവൻസ് ഉണ്ടാവണം രണ്ട് പാർട്ടിക്കിടയിൽ, എന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുള്ളൂ. പല റിലേഷൻഷിപ്സും ഫെയിൽ ആവേണ്ട കാരണം ഒരാൾ ഈഗോ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, അടുത്ത ആൾ അത് സംസാരിക്കുകയില്ല, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോൾ എന്താണ്? ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല. അപ്പോൾ കോൺഗ്രുവൻസ് ഉണ്ടായിരുന്നാൽ എന്താണ്? കോൺഗ്രുവൻസ് ഉണ്ടായിരുന്നാൽ ഡെഫിനറ്റ്ലി ദ റിലേഷൻഷിപ്പ് വിൽ സക്സീഡ്. ഓക്കെ, അടുത്ത സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് അഗ്രിമെന്റ്, ഹാർമണി. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമുള്ള ഒരു അഗ്രിമെന്റ് ആണ്, റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ പറയുന്നത് കോൺഗ്രുവൻസ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തുപോകാത്തതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതി പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻകോൺഗ്രുവൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി. ഓക്കെ, ആന്റോണിംസ് ഈസ് ഇൻകോൺഗ്രുവൻസ് ആൻഡ് ഡിസ്ക്രിപ്പൻസി. വേറെയും ആന്റോണിംസ് ഉണ്ട്, നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് യൂസേജ് മയർ. മയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടുപോയ ഒരു അവസ്ഥ. പൊതുവേ നമ്മൾ ഈ മയർ ലിറ്ററൽ സെൻസിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ചെളിയില്ലേ, ചതുപ്പിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടുപോയി അതിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് മുങ്ങി പോകും, താഴോട്ട് പോകും. അതാണ് ഈ മയർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു മെറ്റഫോറിക്കൽ സെൻസിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫ്രം വേർ വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എസ്കേപ്പ്. That is what we mean by mire situation. Okay, so നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ mire refers to a soft and muddy area of soil or a situation. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ടെക്നിക്കൽ സെൻസിൽ സോഫ്റ്റ് or muddy area of a soil situation that is difficult to escape or navigate due to its complexity or entanglement. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവിടെയും നമ്മൾ എന്ത് വേർഡ് യൂസ് ചെയ്യും? Mire. Okay, so mire situation means a complicated or difficult situation from which we are finding it difficult to escape. Is that point clear to all of you? Okay, so നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The hiker found himself stuck in a deep mire of mud after heavy rainfall. ഹൈക്കർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാലോ അല്ലേ? നമ്മളെ ഈ മലയൊക്കെ കയറുന്ന ആൾക്കാരില്ലേ, ഹൈക്കിംഗ് ചെയ്യുന്നവർ. അപ്പോൾ ആൾ എവിടെ മല കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹെവി റെയിൻഫോൾ ആയി, എന്നിട്ട് അവിടെ എന്താണ്? ചതുപ്പിൽ അയാൾ പെട്ടു, മണ്ണിൽ പെട്ടു. അതിന് ഇനി മുമ്പോട്ട് എന്താണ് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിരിക്കുകയാണ്. സോ ഹി ഈസ് ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ഡീപ് മയർ, ദാറ്റ് ഈസ് ഡീപ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ആർ വി ക്ലിയർ? ഓക്കെ, രണ്ടാമത്തത് ദ കമ്പനി ഫേസ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് വാസ് കോട്ട് ഇൻ എ മയർ ഓഫ് ഡെറ്റ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. ആൻഡ് ഇപ്പം കടത്തിന്റെ ഒരു ഇതിനകത്ത് പെട്ട് കിടക്കുകയാണ്. They have been caught in a mire അല്ലെങ്കിൽ a difficult situation of debt. Are we clear? So അതാണ് mire. That means a difficult situation from which we find it difficult to escape. Okay. Synonyms എന്ന് പറയുന്നത് quagmire.
ആ മയർ, ഈ മയർ എന്നുള്ള വാക്ക് ഇവിടെ വന്നാലും അത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതിന്റെ കൂടെ ഈ ക്വാഗ്മയർ വന്നിട്ട് അത് സെയിം തന്നെയാണ്. ബോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ തടസ്സമാണ്. ഓക്കെ, സോ ബോഗ്, കോഗ് ഇതെല്ലാം ഒരേ സിമിലർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പെട്ടുപോകുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ മയർ. ഇനി അടുത്ത് നമ്മൾ ആന്റോണിംസ് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ചതുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ഏരിയ. അപ്പോൾ അതാണ് സോളിഡ് ഗ്രൗണ്ട് ആണ് അതിന്റെ ഒരു ആന്റോണിമ്. അതേപോലെ തന്നെ ഫേം ഫൂട്ടിങ്, ഒരു സ്ട്രോങ് സിറ്റുവേഷൻ, അതിൽ നമ്മൾ പെടാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ആന്റോണിമ് മയറിന്റെ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നൗ ലെറ്റ്സ് സീ ഇഫ് യു ഹാവ് വൺ മോർ യാ, ഒരു വേർഡും കൂടെ ഉണ്ട് നമുക്ക്, ഷോഡി. ഷോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ഓഫ് ഇൻഫീരിയർ ക്വാളിറ്റി. എന്തെങ്കിലും ഒരു ഇൻഫീരിയർ ക്വാളിറ്റി ഉണ്ട്, എന്നിട്ട് അത് ലാസ്റ്റിംഗ് അല്ല. ഓക്കെ, അത് മെയിൻ ആയിട്ട് എന്താണ്? വളരെ കെയർലെസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പണിയാൻ കൊടുത്തു, അവിടുത്തെ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്ന ആള് സീരിയസ് ആയിട്ട് അതിന്റെ പുറത്ത് എഫേർട്ട് ഇട്ടില്ല, എന്നിട്ട് അതിലെ ചെറിയ ആംഗിൾസ് ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചിലപ്പോൾ ബ്രേക്ക് ആയിരിക്കും. അതിനെയാണ് ഷോഡി ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ വിച്ച് ഡിസ്ക്രൈബ്സ് ദാറ്റ് എ പേഴ്സൺ that something is of inferior quality or lacking in durability because it often implies the lack of just a minute, yeah, so poorly made or lacking in durability, it often implies a lack of care or attention to detail in the creation or execution of product or work. അപ്പോൾ ആ വർക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഡീറ്റെയിൽസ് നോക്കാതെ, ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പോലും കറക്റ്റ് അളവുകൾ ഇല്ലാതെ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പലയിടത്തുനിന്ന് വീഴുന്നു തുടങ്ങും. അപ്പോൾ അതിനാണ് ഷോഡി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നല്ലെങ്കിൽ ആ ഷോഡി ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചീപ്പ് ഫർണിച്ചർ വാസ് സോ ഷോഡി ദാറ്റ് ഇറ്റ് ഫെൽ അപ്പാർട്ട് വിത്തിൻ വീക്സ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ആംഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കാര്യം ഇരുന്നാലോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഒഴിഞ്ഞു പോകും. ഓക്കെ, സോ അത് ഷോഡി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ടാണ് അത് കുറച്ച് വീക്സിനകത്ത് തന്നെ എന്തായി നശിച്ചു പോയി. ഓക്കെ, ഇനി രണ്ടാമത്തത്, ദ കമ്പനി ഫേസ് ക്രിറ്റിസിസം ഫോർ ഇറ്റ്സ് ഷോഡി കസ്റ്റമർ സർവീസ് ലീഡിംഗ് ടു എ ഡിക്ലൈൻ ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഈ കമ്പനീസ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഒരു എൻതൂസിയാസം ഒരിക്കലും എന്ത് ചെയ്യില്ല, സർവീസിന്റെ സമയത്ത് കാണിക്കാറില്ല. അതിൽ അതെന്താണ്? അവരെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു കാര്യം, നമുക്ക് ഇഷ്യൂ ഉണ്ട്, അതിന് റിസോൾവ് ചെയ്യാൻ വിളിക്കുമ്പോൾ അവർ ചിലപ്പോഴൊക്കെ ഫോൺ ചെയ്തിട്ട് പറയും നമ്മൾ 2 ദിവസത്തിൽ ചെയ്യാം, പിന്നെ അടുത്തൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയർ, ഒരു സീരിയസ്നെസ് ഇല്ലാതെ, എന്നിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ഒരു ഇൻഫീരിയർ ക്വാളിറ്റിയുടെ ഇത് സർവീസിനാണ് നമ്മൾ ഷോഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ ഷോഡി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഹാസ് ബീൻ സോൾഡ്. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഇനി സിനോണിം എന്ന് പറയുന്നത്, ഷോഡി എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതേപോലെ സബ്സ്റ്റാൻഡേർഡ്, അവിടെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടില്ലേ, പുവർലി മെയ്ഡ്, അതേപോലെ അതിന്റെ അർത്ഥം തന്നെയാണ് സബ്സ്റ്റാൻഡേർഡ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ പുവർ ക്വാളിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഹൈ ക്വാളിറ്റി, അതുപോലെ തന്നെ എക്സലന്റ് ക്വാളിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ആന്റോണിം ഓഫ് ദിസ് പെർട്ടിക്കുലർ വേർഡ്. ഓക്കെ, ഫൈൻ. സോ ഐ ഹോപ്പ് ഓൾ ദ വേർഡ്സ് ആർ ഫിനിഷ്ഡ്. അഞ്ചെണ്ണം ആയില്ലേ? യാ, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. 5 വേർഡ്സ് നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിലുള്ള ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ 5 വേർഡ്സ് മാത്രമല്ല ഇന്ന് വന്നിട്ടുള്ളത്. ദർ ആർ അതർ വേർഡ്സ് ഓൾസോ, ബട്ട് അത് അത്രയ്ക്ക് റെലവൻറ്റ് അല്ല, അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തല്ല. ഐ ആം ഓൺലി ചൂസിങ് ദ വേർഡ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രം യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് വിച്ച് വിൽ ഹാവ് ഗ്രേറ്റർ ഇമ്പാക്ട് ഫോർ യു ടു സോൾവ് ദ ക്വസ്റ്റൻസ്. സോ പ്ലീസ് മേക്ക് ഷുവർ, ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോസ് എല്ലാം വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി താഴെ ലിങ്കിന് കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ്, ആ ടെസ്റ്റ് ഒന്ന് ചെയ്യുക. സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അത് ആക്ച്വലി ഔട്ട്പുട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. സോ താങ്ക് യു ഓൾ ഓഫ് യു. പ്ലീസ് മേക്ക് ഷുവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് എന്താണ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.